ടോപ്പിന്റെ ഫുൾ ലെങ്ത് വേണം, ഷോൾഡർ വേണം, ചെസ്റ്റ് വേണം, ബസ്റ്റ് വേണം, പിന്നെ ഷേപ്പ് ലെങ്ത് വേണം, ഷേപ്പ് വിട്ട് വേണം, സ്ലിറ്റ് ലെങ്ത് വേണം, സ്ലിറ്റ് വിട്ട് വേണം, പിന്നെ ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് ചുരിദാറിന്റെ അല്ലെങ്കിൽ കുർത്തിക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ബോഡിയിൽ നിന്ന് എങ്ങനെ മെഷർമെന്റ്സ് എടുക്കാം. അപ്പം നമ്മൾ മെഷർമെന്റ് എടുക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ടേപ്പാണിത്. ഈ ടേപ്പിന് 2 സൈഡ്സ് ഉണ്ട്. അതായത് ഒന്ന് ഇതുപോലെ ഇങ്ങനെ ഇഞ്ച് സൈഡ്, അതിന് 1, 2, 3 എന്നുള്ളത് നല്ല ഗ്യാപ്പ് ഇട്ടാണ് എഴുതുന്നത്. സെക്കൻഡ് സൈഡാണ് സെന്റിമീറ്റർ സൈഡ്. ഇത് കണ്ടോ, 1, 2, 3 അടുപ്പിച്ചിട്ടേക്കുന്നത് കണ്ടോ, അതാണ് സെന്റിമീറ്റർ സൈഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എപ്പോൾ മെഷർമെന്റ് എടുക്കാനാണെങ്കിൽ ഈ ഇഞ്ചസ് വെച്ചിട്ട് മെഷർമെന്റ് എടുക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ ഈ സെന്റിമീറ്റർ വെച്ച് മെഷർമെന്റ് എടുക്കുമ്പോൾ നമുക്ക് ഡിഫറൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ എപ്പോഴും മെഷർമെന്റ് എടുക്കുമ്പോൾ ഈ ഇഞ്ചസ് വെച്ചിട്ട് മെഷർ ചെയ്യാനായിട്ട് നോക്കുക. അപ്പൊ ഒരു ചുരിദാറിന് അല്ലെങ്കിൽ കുട്ടിക്ക് എന്തൊക്കെയാണ് ആവശ്യമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് ഫുൾ ലെങ്ത് ആണ്. അതായത് ഒരു ടോപ്പ് ഇടുമ്പോൾ നമ്മൾ ഈ ഷോൾഡർ മുതലാണ് നമ്മൾ ഇടുന്നത്. അപ്പൊ ഈ ഷോൾഡർ മുതലുള്ള അളവാണ് നമ്മൾ എടുക്കുന്നത്. ഷോൾഡർ മുതൽ താഴത്തോട്ട് ഒരു വ്യക്തിക്ക് എന്തോരം അളവ് വേണോ അതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പൊ ഫസ്റ്റ് എന്ന് പറയുന്നത് ഫുൾ ലെങ്ത്. അത് എടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ നെക്കിന്റെ അവിടെ നിന്ന് ഈ ജോയിന്റിന്റെ ഈ സെന്റർ പോർഷനിലാണ് നമ്മൾ ടേപ്പ് ഇടുന്നത്. ഈ നെക്കിന്റെ ഉള്ള ഈ ഷോൾഡറിന്റെ സെന്റർ പോർഷനിൽ ടേപ്പ് വെച്ചിട്ട് ഇതുപോലെ ടേപ്പ് പ്ലേസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ തനിയാണ് മെഷർമെന്റ്സ് എടുക്കുന്നതെങ്കിൽ ഈ 1, 2, 3 എന്നുള്ള സ്റ്റാർട്ട് ചെയ്തിട്ട് ഏറ്റവും താഴത്തോട്ട് ഇടുക. എന്നിട്ട് ഒരു മിററിന്റെ ഫ്രണ്ടിൽ പോയിട്ട് നമുക്ക് ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് എത്രത്തോളമാണ് മെഷർമെന്റ് വേണ്ടത് നോക്കുക. എന്നിട്ട് കുനിഞ്ഞ് നോക്കുക, നമുക്ക് വേണ്ട മെഷർ ആയോ, നമുക്ക് വേണ്ട ലെങ്ത് ആയോ എന്നുള്ളത് നോക്കുക. ഇപ്പം എനിക്ക് വേണ്ട ലെങ്ത് എന്ന് പറയുന്നത് 45 ഇഞ്ചസ് ആണ് കേട്ടോ. അപ്പൊ എനിക്ക് വേണ്ട ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് 45 ആണ്. അപ്പൊ ഞാൻ ആദ്യം ലെങ്ത് എന്നുള്ളതിന് FL എന്ന് ഇടാം. FL എന്ന് നോട്ട് ചെയ്യാം. അപ്പൊ ഫുൾ ലെങ്ത് എത്രയാണ്? 45 ഇഞ്ചസ് ആണ് എനിക്ക് വേണ്ട ഫുൾ ലെങ്ത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഒരാൾക്ക് മെഷർമെന്റ് എടുത്ത് നമുക്ക് ലെങ്ത് എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റുന്നുണ്ട്. അതിനാണ് FL എന്ന് പറഞ്ഞ് ബ്രാക്കറ്റ് ചെയ്തത്. ഇനി നെക്സ്റ്റ് വേണ്ട മെഷർമെന്റ് ആണ് ഷോൾഡർ. ഷോൾഡർ നമ്മൾ എടുക്കുന്നത് ബാക്കിൽ നിന്ന് വേണം ഷോൾഡർ എടുക്കാനായിട്ട്. ഇവിടെ ഓക്കെ, ഷോൾഡർ എടുത്തിരുന്നു. അപ്പൊ ഷോൾഡർ എനിക്ക് കിട്ടിയിരുന്ന ഷോൾഡർ 13 ഇഞ്ചസ് ആണ്. അപ്പൊ ഷോൾഡർ 13. ഇനി നെക്സ്റ്റ് നമുക്ക് കാണേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെക്ക് വിട്ടാണ്. അപ്പൊ നെക്ക് വിട്ട് ഒരിക്കലും നമുക്ക് നമ്മുടെ ബോഡിയിൽ നിന്ന് മെഷർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നെക്ക് വിട്ട് മെഷർമെന്റ് എടുക്കാനായിട്ട് നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ട്. അതായത് നെക്ക് വിട്ട് NW, നെക്ക് വിട്ട് ഈസ് ഈക്വൽ ടു ചെസ്റ്റ് ഡിവൈഡഡ് 12 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്ക് വിട്ട് എന്താന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, അത് ചെസ്റ്റ് എന്താണ്, ചെസ്റ്റ് സൈസ് എത്രയാണ്, വിട്ട് എങ്ങനെയൊക്കെ നോക്കണ്ടേ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ നോക്കാം. അപ്പൊ നെക്ക് വിട്ട് എന്ന് പറയുന്നത് ചെസ്റ്റ് ഡിവൈഡഡ് 12. ഇനി നമുക്ക് അറിയേണ്ടത് നമ്മുടെ ബാക്ക് നെക്ക് ലെങ്ത്തും ഫ്രണ്ട് നെക്ക് ലെങ്ത്തും എന്താണെന്നുള്ളതാണ്, എത്രയാണെന്നുള്ളത്. അത് നമ്മൾ എങ്ങനെ മെഷർമെന്റ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഷോൾഡറിന്റെ അവിടെ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തേക്കുന്ന അവിടെ നമ്മൾ ഈ ടേപ്പ് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഫ്രണ്ട് നെക്ക് എത്ര ലെങ്ത്തിൽ വേണം എന്നുള്ളത് അത് അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇപ്പൊ ഞാനൊരു 6 ഇഞ്ചസിൽ എടുക്കുക. എനിക്ക് 6 ഇഞ്ചസിലാണ് വേണ്ടത്. ഓക്കെ, ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ അത് 6 ഇഞ്ചസ് എവിടെ വരും എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെ വെച്ച് നോക്കാം. 6ന്റെ അവിടെ ഇങ്ങനെ മടക്കിയിട്ട് ഇത് ഇങ്ങനെ നേരെ വെച്ച് നോക്കുമ്പോൾ അത് എവിടെ വരും എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ എനിക്ക് വേണ്ട ഫ്രണ്ട് നെക്ക് ലെങ്ത് എന്ന് പറയുന്നത് 6 ഇഞ്ചാണ്. ഫ്രണ്ട് നെക്ക് ലെങ്ത് FNL 6. ഇനി ബാക്ക് നെക്ക് ലെങ്ത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും അതുപോലെ തന്നെ നമ്മൾ ഈ ഷോൾഡറിന്റെ അവിടെ ഈ ടേപ്പ് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് എത്രത്തോളം ഇറക്കം വേണം, അത് ഓരോരുത്തർക്കും എത്രത്തോളം ഇറക്കം വേണം എന്നുള്ളത് ഓരോരുത്തർ നോക്കുക. അപ്പൊ എനിക്കൊരു 5 ഇഞ്ചസ് മതി. ബാക്ക് നെക്ക് ലെങ്ത് 5 ഇഞ്ച്. ഓക്കെ, ഇനി നെക്സ്റ്റ് മെഷർമെന്റ് ആണ് ചെസ്റ്റ് വിട്ട്. ചെസ്റ്റ് വിട്ട് എന്ന് പറയാൻ നമ്മുടെ ഷോൾഡറിനോട് ചേർത്ത് ഈ കക്ഷത്തിനോട് ചേർത്ത് നമ്മൾ ഇങ്ങനെ ടേപ്പ് വെച്ചിട്ട് 1 ഫിംഗർ ഉള്ളിലേക്ക്, നമ്മുടെ ടേപ്പിനുള്ളിലേക്ക് 1 ഫിംഗർ ഇങ്ങനെ പ്ലേസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ടൈറ്റും ഉണ്ടാവണം, എന്നാൽ നമുക്ക് ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുകയും ചെയ്യണം. ഓക്കെ, അപ്പൊ എനിക്ക് കിട്ടിയ മെഷർമെന്റ് 1 ഫിംഗർ ഉള്ളിൽ പോയിട്ടുണ്ട്. ഇങ്ങനത്തെ രീതിയിലാണ് നിൽക്കുന്നത്, ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നത്.
അപ്പൊ എനിക്ക് കിട്ടിയേക്കുന്ന മെഷർമെന്റ് എന്ന് പറയുന്നത് ചെസ്റ്റ് മെഷർമെന്റ് എന്ന് പറയുന്നത് 34 ആണ്. ചെസ്റ്റ് 34. ഇനി അടുത്ത നമുക്ക് വേണ്ടത് ബസ്റ്റ് ആണ്. ഈ ചെസ്റ്റ് ബസ്റ്റും രണ്ടുമായിട്ട് എടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലവർക്ക് ഈ ഏരിയ കൂടുതലായിരിക്കും, ഈ ബസ്റ്റ് കുറവായിരിക്കും, ചിലവർക്ക് ബസ്റ്റ് കൂടുതലും ചെസ്റ്റ് കുറവുമായിരിക്കും. അപ്പൊ ഏതാണോ കൂടുതലുള്ളത് അതാണ് നമ്മൾ എടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് മെഷർമെന്റ് കക്ഷത്തിനോട് ചേർത്തിട്ടുള്ളത് എടുക്കുന്നത്, അതുപോലെ തന്നെ ബസ്റ്റിന്റെ എടുക്കുന്നത്. ബസ്റ്റ് എടുക്കുമ്പോഴും ഇതുപോലെ തന്നെ നമ്മൾ 1 ഫിംഗർ ഉള്ളിലേക്ക് ഇടുക, എന്നിട്ട് ഇങ്ങനെ എടുക്കുക. 1 ഫിംഗർ ഉള്ളിലുണ്ട്, എന്നിട്ട് ഇങ്ങനെ മെഷർമെന്റ് എടുക്കുക. ഇപ്പൊ എനിക്ക് കിട്ടിയിരിക്കുന്നത് 35 ഇഞ്ചസ് ആണ്. ബസ്റ്റ് അല്ലെങ്കിൽ ബസ്റ്റിന്റെ 35. ഓക്കെ. അപ്പൊ ഈ കൂടുതലുള്ള ഇപ്പൊ ജസ്റ്റ് 34ഉം ബസ്റ്റ് 35. അപ്പൊ ഈ കൂടുതലുള്ള 35 എടുത്താലും മതി. നമ്മൾ ചുരിദാർ ക്ലോത്തിൽ നമ്മൾ ചെയ്യാൻ നിർത്തി 35 ആണെങ്കിൽ നമ്മൾ എടുത്താൽ മതി. ഇനി ഇതിന്റെ പോയിന്റ് എവിടെയാ വരുന്നതെന്ന് പറഞ്ഞു. ഈ ബസ്റ്റ് പോയിന്റ് നമ്മൾ എവിടെ മാർക്ക് ചെയ്യേണ്ടത്, നമ്മൾ അതിന്റെ ലെങ്ത് അറിയണ്ടേ. അപ്പൊ 9.5 ഇഞ്ചസിലാണ് എനിക്ക് ഈ 35 മാർക്ക് ചെയ്യേണ്ടത്. അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 9.5. ഇനി നെക്സ്റ്റ് നമ്മൾ അറിയേണ്ടത് ഷേപ്പ് ലെങ്ത് ആണ്. നമ്മുടെ ബോഡിയിൽ ഷേപ്പ് വരുന്ന, അതായത് ഏറ്റവും വണ്ണം കുറവുള്ള ഭാഗം, അത് ഈ ഒരു ഭാഗത്താണ് ഏറ്റവും വണ്ണം കുറവ് ഉണ്ടാകും. അപ്പൊ ഇവിടെ ഇതിന് ഇടവണ്ണം എന്നാണ് പറയുന്നത്. അപ്പൊ ഷേപ്പ് ലെങ്ത് ആണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. ഷേപ്പ് ലെങ്ത് അറിയാനായിട്ട് ഷോൾഡറിന്റെ അവിടെ തന്നെ നമ്മൾ ഈ ടേപ്പ് വെച്ചിട്ട് ഷേപ്പ് വരുന്ന പോർഷൻ എവിടാന്നുള്ളത് നോക്കുക. ഒരു 14 ഇഞ്ചസിലാണ് ഷേപ്പ് വന്നേക്കുന്നത്. ഈ 14 ഇഞ്ചസിന്റെ അവിടെ നമ്മൾ റൗണ്ട് ചെയ്ത് പിടിക്കുക, ടേപ്പ് റൗണ്ട് ചെയ്ത് പിടിക്കുക. ഇതുണ്ട്, ടേപ്പ് റൗണ്ട് ചെയ്ത് പിടിക്കുക. ഇങ്ങനെ കറക്കാൻ പറ്റണം കേട്ടോ. ടേപ്പ് റൗണ്ട് ചെയ്ത് ഇങ്ങനെ ഒരു ഫിംഗർ ഉള്ളിലിട്ട് പിടിക്കുക. അപ്പൊ 13.5 ആണ് കിട്ടിയേക്കുന്നത്. അപ്പൊ ഷേപ്പ് ലെങ്ത് SHL 14, ഷേപ്പ് വിഡ്ത്ത് SHW 30. ഇനി അടുത്തത് സ്ലിറ്റ് ആണ്. അപ്പൊ സ്ലിറ്റ് ഉള്ള ചുരിദാറാണെങ്കിൽ സ്ലിറ്റ് ലെങ്ത് ആണ് നമ്മൾ നെക്സ്റ്റ് അറിയേണ്ടത്. അപ്പൊ സ്ലിറ്റ് ലെങ്ത് അറിയാൻ ഇതുപോലെ ടേപ്പ് വീണ്ടും നമ്മൾ ഷോൾഡറിന്റെ അവിടെ പിടിക്കുക. എന്നിട്ട് നമുക്ക് അതിന് മുന്നേ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ വണ്ണം കൂടുതലുള്ള വയർ കൂടുതലുള്ള ആളുകളാണെങ്കിൽ നമ്മൾ വയറിന്റെ വണ്ണവും കൂടി എടുക്കണം. അതിനാണ് ഈ നമ്മൾ ഷേപ്പ് വിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് എടുക്കേണ്ടത് വയറിന്റെ വണ്ണം. അപ്പൊ ആ ബെല്ലി ബട്ടന്റെ അവിടെ നമ്മൾ ടേപ്പ് ഇങ്ങനെ റൗണ്ട് ചെയ്ത് പിടിക്കുക. വയർ വരുന്നത് ഏത് പോർഷനാണ്, ബെല്ലി ബട്ടൺ വരുന്നത് ഏത് പോർഷനാണോ അവിടുത്തെ ലെങ്ത് ആദ്യം നമ്മൾ എടുക്കുക. അത് 18 ഇഞ്ചസിലാണ് ബെല്ലി ബട്ടണിന്റെ ഇത് വരുന്നത്. അവിടുത്തെ വണ്ണം ആണ് നമ്മൾ എടുക്കേണ്ടത്. അടുത്ത വണ്ണം 31 ആണ്. അപ്പൊ വേസ്റ്റ് ലെങ്ത് WN 18, വേസ്റ്റ് വിഡ്ത്ത് WW 31. ഓക്കെ. ഇനിയാണ് നമ്മൾ സ്ലിറ്റ് എടുക്കേണ്ടത്. അപ്പൊ നെക്സ്റ്റ് നമ്മൾ എടുക്കേണ്ടത് സ്ലിറ്റ് ലെങ്ത് ആണ്. സ്ലിറ്റ് ഉള്ള ടോപ്പ് ആണെങ്കിൽ സ്ലിറ്റ് ലെങ്ത് എടുക്കുക. ഇനി ഏലയിനൊക്കെയാണ് എടുക്കണമെങ്കിൽ സ്ലിറ്റിന്റെ ഇത് അവിടെ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പൊ നമ്മൾ ഏതായാലും നോർമൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ഒരു നോർമൽ ഫോമിൽ നമുക്ക് പോവാം. അപ്പൊ സ്ലിറ്റ് ലെങ്ത് നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഷോൾഡറിന്റെ അവിടെ നമ്മൾ ടേപ്പ് വെച്ചിട്ട് നമ്മളിങ്ങനെ കൊണ്ടുവന്ന് സ്ലിറ്റ് നമുക്ക് എവിടെയാണോ വേണ്ടത് ആ പോർഷനിൽ നമ്മൾ ടേപ്പ് വെക്കുക. ഇപ്പൊ എനിക്ക് 19 ഇഞ്ചസിലാണ് സ്ലിറ്റ് വേണ്ടത്. ഇനി അവിടുത്തെ വിഡ്ത്ത് എന്താണെന്നുള്ളത് നമ്മൾ നോക്കാം. 19 ഇഞ്ചസിലെ വിഡ്ത്ത് എന്തുവാന്നുള്ളത് നമുക്ക് നോക്കാം. 34 ആണ് കേട്ടോ. 34 ഇഞ്ചസ് ആണ് വേണ്ടത്. ഒരു ഫിംഗർ ഉള്ളിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ സ്ലിറ്റ് ലെങ്ത് എന്ന് പറയുന്നത് 90, സ്ലിറ്റ് വിഡ്ത്ത് എന്ന് പറയുന്നത് 34. ഓക്കെ. അപ്പം ഈ ഷോർട്ട് ഫോമിൽ എഴുതിയേക്കുന്നത് എല്ലാവരും നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എഴുതി വെച്ചേക്കുന്നത്. പിന്നെ മനസ്സിലാക്കണം എന്തൊക്കെയാണ് ലെങ്ത് ഷോൾഡർ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി നമ്മൾ ബോട്ടം വിഡ്ത്ത്, നമുക്ക് ചുരിദാറിന്റെ ബോട്ടം വിഡ്ത്ത് അറിയണം. അതായത് ഇവിടെ എന്തോരം വിഡ്ത്താണ് വേണ്ടത് നമ്മൾ അറിയാനായിട്ട്
ഒന്നില്ലെങ്കിൽ നമ്മൾ സ്ലിറ്റിൽ നമ്മൾ ഇടുന്ന വിട്ട് സെയിം നമ്മൾ ബോട്ടത്തിലോട്ട് മാർക്ക് ചെയ്താൽ മതി. അതാണ് ഭംഗി കാണാനായിട്ട്. ഇനി ചില ആൾക്കാർക്ക് ഈ വിട്ട് കൂടുതൽ വേണം എന്ന് പറയുന്ന വ്യക്തികളുണ്ട്. അവർക്ക് നമ്മൾ സ്ലിറ്റിന്റെ വിട്ടിനോട്, അതായത് സ്ലിറ്റിന്റെ വിട്ട് താഴത്തോട്ട് ഇടുന്ന ആ വിട്ടിനോട് 1.5 ഇഞ്ചസോ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അപ്പൊ അത് ഭയങ്കര വിരിവായി പോയിട്ട് സ്ലിറ്റ് ചുരിദാറിന്റെ ഒരു ഭംഗി നമുക്ക് കിട്ടത്തില്ല. അതായിരിക്കും സംഭവിക്കുന്നത്. ഇനി നമുക്ക് അടുത്തത് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ലീവ് മാർക്ക് ചെയ്യണം. ഓക്കെ, അറിയേണ്ട മെഷർമെന്റ് ആണ് സ്ലീവ്. അപ്പൊ സ്ലീവ് അറിയുമ്പോൾ നമ്മുടെ ആം റൗണ്ട് എത്രയാണെന്നുള്ളത് കൂടി അറിയണം. ആം റൗണ്ട് നമ്മൾ എടുക്കേണ്ട എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ടേപ്പ് ഇങ്ങനെ വെച്ചിട്ട് പ്ലേസ് ചെയ്തിട്ട് നമ്മുടെ ഈ കക്ഷം റൗണ്ട് ചെയ്ത് ടേപ്പ് പിടിക്കുക. കക്ഷം റൗണ്ട് ചെയ്ത് ടേപ്പ് പിടിക്കുമ്പോൾ ഒരു ടൈറ്റും ഉണ്ടാവണം. എന്നാൽ നമ്മുടെ കൈ ഇങ്ങനെ പൊക്കുകയും തട്ടും ചെയ്യാൻ പറ്റും. ടൈറ്റും ആയിരിക്കണം, എന്നാൽ കൈ പൊക്കുകയും തട്ടും ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ നോക്കാതെ ഇപ്പൊ എനിക്ക് 15.5 ഇഞ്ചസ് ആണ് എന്റെ ആം റൗണ്ട്. നമ്മളിങ്ങനെ റൗണ്ട് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആം റൗണ്ട് 15.5 ഇഞ്ചസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ സ്ലീവ്ലെസ് ഇടാനായിട്ട് താല്പര്യമുള്ളവർക്കാണെങ്കിലും നമുക്ക് ഈ ആം റൗണ്ട് കൊണ്ട് മെഷർമെന്റ് സജസ്റ്റ് ചെയ്യും. പിന്നെ നമുക്ക് അടുത്ത മെഷർമെന്റ് എടുക്കണം. ഇനി സ്ലീവ് വേണ്ടവർക്കാണെങ്കിൽ സ്മോൾ സ്ലീവ് ആണെങ്കിൽ നമ്മൾ ഇത്ര വരെയുള്ള ലെങ്ത്, അതായത് ഇവിടെ തൊട്ട് ഈ ഷോൾഡർ ജോയിന്റിന്റെ ഇവിടെ തൊട്ട് നമ്മൾ എവിടം വരെയാണോ നമുക്ക് ലെങ്ത് വേണ്ടത് ആ ലെങ്ത് നമ്മൾ എടുക്കും. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം. എനിക്കിപ്പോ ഒരു 5 ഇഞ്ചസിന്റെ അല്ലെങ്കിൽ ഒരു 4 ഇഞ്ചസിന്റെ സ്ലീവ് ആണ് വേണ്ടതെന്ന് വെച്ചു. ഇപ്പൊ നമ്മൾ മെഷർമെന്റ് എടുക്കുന്ന ടേപ്പ് എവിടെ വെക്കുന്ന ഇവിടെ നിന്ന് ഇവിടം വരെ 4 ഇഞ്ചസിന്റെ സ്ലീവ് ആണ് വേണ്ടതെങ്കിൽ ആ 4 ഇഞ്ചസിന്റെ അവിടെ നമ്മൾ റൗണ്ട് ചെയ്തു. നമ്മൾ ആ 4 ഇഞ്ചസിന്റെ അവിടെ നമ്മൾ ടേപ്പ് റൗണ്ട് ചെയ്ത് പിടിക്കുക. അപ്പൊ റൗണ്ട് ചെയ്യുമ്പോൾ നമ്മുടെ 1 ഫിംഗർ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ഏത് വിട്ടെടുത്താലും 1 ഫിംഗർ ഉള്ളിൽ പോകണം. ടേപ്പിന്റെ ഉള്ളിൽ 1 ഫിംഗർ പോകണം കേട്ടോ. അപ്പം 6 ഇഞ്ചസ് ആണ്, 7 ഇഞ്ചസ് ആണ് മെഷർമെന്റ് ഉള്ളപ്പോൾ സ്മോൾ സ്ലീവിനാണെങ്കിൽ ലെങ്ത് എത്രയാണ്? 4 ഇഞ്ചസ്, 7 ഇഞ്ചസ് വിട്ട്. ഇനി എൽബോ സ്ലീവ് ആണ് നമുക്ക് വേണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് എൽബോ വരെയുള്ള ലെങ്ത് എടുക്കുക. അപ്പൊ ഇവിടെ നിന്ന് എൽബോ വരെയുള്ള ലെങ്ത് എന്ന് പറയുന്നത് 12 ഇഞ്ചസ് ആണ്. ഈ 12 ഇഞ്ചസിന്റെ അവിടെ നമ്മൾ ടേപ്പ് റൗണ്ട് ചെയ്ത് നോക്കുക. അപ്പൊ 10 ഇഞ്ചസ് ആണ് കിട്ടുന്നത് എൽബോ സ്ലീവ്. 12 ഇഞ്ചസ് ലെങ്ത്, 10 ഇഞ്ചസ് വിഡ്ത്. ഓക്കെ, ഇനി അടുത്തത് 3/4 സ്ലീവ്. 3/4 സ്ലീവിനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് എവിടം വരെയാണോ സ്ലീവിന്റെ ലെങ്ത് വേണ്ടത്, 3/4 എന്ന് പറയുമ്പോൾ ഒരു 14-15 വരാം. 15-14 ഒക്കെ എടുക്കാം. അപ്പൊ നമുക്ക് ഏത് ലെങ്ത് ആണോ വേണ്ടത് ആ ലെങ്ത്തിന്റെ അവിടെ നമ്മൾ അതുപോലെ തന്നെ 1 ഫിംഗർ ഉള്ളിൽ ഇട്ടിട്ട് നമ്മൾ റൗണ്ട് ചെയ്ത് കൊടുക്കും. 3/4 സ്ലീവ് നമുക്ക് 14 ഇഞ്ചസ് ലെങ്ത്, പിന്നെ 9.5 ഇഞ്ചസ് വിട്ടുമാണ് കിട്ടിയത്. ഇനി ഫുൾ സ്ലീവ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇവിടെ ടേപ്പ് വയ്ക്കുക. സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ടേപ്പ് പ്ലേസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഒരു വെല്ല് കൊണ്ട് ഇങ്ങനെ പിടിച്ചാൽ മതി. ഇങ്ങനെ പിടിക്കുമ്പോൾ 21 ഇഞ്ചസ് ലെങ്ത്തില് വിട്ടെന്ന് പറയുന്നത് 7 ഇഞ്ചസ്. അപ്പൊ ഫുൾ സ്ലീവ് ആണെങ്കിൽ 21 ഇഞ്ചസ് ലെങ്ത്തിൽ 7 ഇഞ്ചസ് വിട്ട് വരും. ഓക്കെ, അപ്പം നമ്മൾ ഫുൾ സ്ലീവ് ആണ് ചെയ്യുന്നതെങ്കിൽ ഈ പറഞ്ഞ 3 എണ്ണത്തിന്റെയും മെഷർമെന്റ്സ് നമ്മൾ മാർക്ക് ചെയ്ത് വേണം ചെയ്യാൻ. 3/4 സ്ലീവ് ആണ് ചെയ്യുന്നതെങ്കിൽ എൽബോയുടെ വേണം സ്മോൾ സ്ലീവിന്റെ മെഷർമെന്റ് മാർക്ക് ചെയ്യണം. എൽബോ സ്ലീവ് ആണെങ്കിൽ ഇവിടുത്തെ മാത്രം മെഷർമെന്റ്, എൽബോയുടെ സ്മോൾ സ്ലീവിന്റെ മെഷർമെന്റ് മാർക്ക് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അതൊക്കെ നമുക്ക് ഒരു ക്ലോത്തിൽ നമ്മൾ മെഷർമെന്റ് എടുക്കാനായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാം. ഇപ്പോൾ നമുക്ക് നോർമലി വേണ്ടത് ഇത്ര മെഷർമെന്റ്സ് ആണ്. അതായത് ഒരു ടോപ്പിന്റെ ഫുൾ ലെങ്ത് വേണം, ഷോൾഡർ വേണം, ചെസ്റ്റ് വേണം, ബസ്റ്റ് വേണം,
പിന്നെ ഷേപ്പ് ലെങ്ത് വേണം, ഷേപ്പ് വിട്ട് വേണം, സ്ലിറ്റ് ലെങ്ത് വേണം, സ്ലിറ്റ് വിട്ട് വേണം. പിന്നെ സ്ലീവ് ആം റൗണ്ട് വേണം. പിന്നെ സ്ലീവ് ഫുൾ സ്ലീവ് ആണെങ്കിലും ഹാഫ് സ്ലീവ് ആണെങ്കിലും ഒക്കെ അതിൻ്റെതായ ലെങ്ത്തും വിട്ടും വേണം. പിന്നെ നെക്ക് വിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ചെസ്റ്റ് ഡിവൈഡ് ബൈ 12 ആണ് നെക്ക് വിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇത്രയൊക്കെ മെഷർമെന്റ്സ് ആണ് വേണ്ടത്.